ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് മരിക്കുകയും ജീവിതത്തിലേക്ക് വരികയും ചെയ്തവൻ എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 8-ാം വാക്യം. സ്മുർന്നയിലെ സഭയുടെ ദൂതൻ എഴുതുക, മരിച്ചവനായിരുന്നു വീണ്ടും ജീവിക്കുകയും ചെയ്ത ആദ്യനും അന്ത്യനുമായവൻ അരുളി ചെയ്യുന്നത്. ആദ്യകാല അപ്പോസ്തലന്മാരുടെ കാലത്ത് നമ്മുടെ കർത്താവായ യേശു 7 സഭകൾക്ക് വ്യത്യസ്ത രീതികളിൽ സ്വയം പരിചയപ്പെടുത്തുന്നത് നാം ഇവിടെ കാണുന്നു. ദൈവസഭയായ സ്മുർന്നയിൽ അവൻ തന്നെ വെളിപ്പെടുത്തുന്നത് മരിച്ചവനായിരുന്നു വീണ്ടും ജീവിക്കുകയും ചെയ്ത ആദ്യനും അന്ത്യനുമായവൻ എന്നാണ്. സ്മുർന എന്ന പദത്തിന്റെ അർത്ഥം മൈറ എന്നാണ്. ഇതൊരു മരത്തിൽ നിന്ന് വേർതിരിച്ചെടുത്ത റെക്സിനാണ്. ഇത് മൃദുവായതും സുഗന്ധമുള്ളതും വളരെ കൈപ്പേറിയതുമാണ്. അവർ കുന്തുരുക്കത്തിൽ മൈലാഞ്ചി കലർത്തി കർത്താവിന് സൗരഭ്യവാസനയായി അർപ്പിക്കുന്നു. ഈ മൈലാഞ്ചി നമ്മുടെ അപേക്ഷകളുടെ പ്രതീകമാണ്. അപ്പോസ്തലനായ യോഹന്നാന്റെ കാലത്ത് സ്മുർന്നയിലെ പല സഭകളും കർത്താവിന് വേണ്ടി രക്തസാക്ഷികളായി മരിച്ചു. പല പരീക്ഷണങ്ങളിലൂടെയും കഷ്ടപ്പാടുകളിലൂടെയും കടന്നു പോകുമ്പോൾ അവരുടെ ആത്മാക്കൾ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടപ്പോൾ ഒരു മരം പറിച്ചെടുക്കുമ്പോൾ അതിന്റെ റെക്സിൻ പുറപ്പെടുവിക്കുന്നത് പോലെ വിശ്വാസികൾ കണ്ണുനീരോടെ കർത്താവിനോട് അപേക്ഷകൾ ഏറ്റുവാങ്ങി. അതുകൊണ്ടാണ് ദൈവം സ്വയം പരിചയപ്പെടുത്തുന്നത് മരിച്ചു ജീവിച്ചവൻ എന്ന്. ലോകസ്ഥാപനത്തിന് മുൻപ് തന്നെ അറുക്കപ്പെട്ട കുഞ്ഞാടായിരുന്നു കർത്താവ്. കുഞ്ഞാടിനെ കൊന്നതുപോലെ എന്ന് വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം 6-ാം വാക്യത്തിൽ കാണാൻ സാധിക്കുന്നു. ക്രിസ്തീയ വിശ്വാസത്തിന്റെ പ്രത്യാശയും ശ്രേഷ്ഠതയും ക്രിസ്തുയേശുവിന്റെ മരണത്തിലും പുനരുദ്ധാനത്തിലുമാണ്. എന്താണ് നമ്മുടെ വിശ്വാസ പ്രഖ്യാപനം? അതാണ് ക്രിസ്തു നമുക്ക് വേണ്ടി കഷ്ടപ്പെടുകയും മരിക്കുകയും 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു എന്നത്. ഈ ഉറച്ച വിശ്വാസത്തിലാണ് ക്രിസ്തുമതം കെട്ടിപ്പടുക്കുന്നതും മഹത്വത്തിലേക്ക് ഉയർത്തപ്പെടുന്നതും. ഈ ആത്മവിശ്വാസം പരീക്ഷണ ഘട്ടങ്ങളിൽ വിജയിക്കാൻ നിങ്ങളെ സഹായിക്കും. മുസ്ലിം സഹോദരങ്ങൾ ഖബറുകൾക്ക് പ്രാധാന്യം കൽപ്പിക്കുന്നു. അവർ പ്രവാചകന്മാർക്ക് വിവിധ ഖബറിടങ്ങൾ പണിയുകയും അവിടങ്ങളിൽ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. മക്കയിലേക്ക് തീർത്ഥാടനത്തിന് പോകുന്നവർ പോലും അവിടെ പോകുന്നത് ഒരു ശവകുടീരം കാണാൻ മാത്രമാണ്. എന്നാൽ ക്രിസ്തുമതം പുനരുദ്ധാനത്തിന്റെ മതമാണ്. നമ്മുടെ പ്രിയ കർത്താവായ യേശു മരിച്ചു ഉയർത്തെഴുന്നേറ്റവനാണ്. ഇന്ത്യയിലെ താജ്മഹൽ ലോകാത്ഭുതങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. വെളുത്ത മാർബിളുകൾ കൊണ്ട് നിർമ്മിച്ച മനോഹരമായ ഒരു സ്മാരകം പോലെ തോന്നുമെങ്കിലും യഥാർത്ഥത്തിൽ ഇത് ഷാജഹാന്റെ ഭാര്യ മുംതാസിന്റെ ഒരു ശവകുടീരമാണ്. ലോകത്തെ ഏറ്റവും വിസ്മയിപ്പിക്കുന്ന ഈജിപ്തിലെ പിരമിഡുകളിൽ പോലും ശവകുടീരങ്ങളല്ലാതെ മറ്റൊന്നുമില്ല. എന്നാൽ ദൈവം യേശുവിനെ ഉയർപ്പിച്ചു. വിശുദ്ധ ഗ്രന്ഥം അപ്പോസ്തല പ്രവൃത്തികൾ 13-ാം അധ്യായം 32-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: ദൈവം പിതാക്കന്മാരോട് ചെയ്ത വാഗ്ദത്തം യേശുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ മക്കൾക്ക് നിവർത്തിച്ചിരിക്കുന്നു എന്ന് ഞങ്ങൾ നിങ്ങളോട് സുവിശേഷിക്കുന്നു എന്ന്. യേശു ഇന്നും എന്നും ജീവിക്കുന്നു. അതുകൊണ്ട് സന്തോഷിക്കുകയും യേശു ജീവിച്ചിരിക്കുന്നു എന്ന് ധൈര്യത്തോടെ പാടുകയും ചെയ്യുക. ജീവനുള്ള ദൈവത്തെ പിന്തുടരുകയും ആരാധിക്കുകയും ചെയ്യുന്നത് എത്ര വലിയ അനുഗ്രഹമാണ്. ദൈവമക്കളെ, അവൻ എന്നേക്കും ജീവിച്ചിരിക്കുന്നതിനാൽ അവൻ നിങ്ങളെ അവസാനം വരെ നയിക്കും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം 1 യോഹന്നാൻ 3-ാം അധ്യായം 2-ാം വാക്യം. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. നാം ഇന്നത് ആകും എന്ന് ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാർ ആകും എന്ന് നാം അറിയുന്നു. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ എസ്തേർ 3, 4, 5 അധ്യായങ്ങൾ. വൈകുന്നേരം അപ്പോസ്തല പ്രവൃത്തികൾ 5-ാം അധ്യായം 22 മുതൽ 42 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ.